ആരോഗ്യമന്ത്രി തന്നെയാണ്. അവരാകെ പറയുന്ന കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഞാൻ ചെയ്തത്. കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞ് ഇങ്ങനൊരു അഴിമതി നടത്താമോ? അപ്പം മൊത്തം സർക്കാർ ഈ കാര്യത്തിൽ അഴിമതിക്കാരാണ്, അഴിമതി ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ചേർന്ന് ഒരു കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ആ കമ്മിറ്റി തീരുമാനിച്ച നടപടിയും തെറ്റാണ്. കുറഞ്ഞ വിലയ്ക്ക് PP കിറ്റ് കിട്ടുമായിരിക്കെ കൂടിയ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ് സത്യം. അന്നത്തെ സാഹചര്യത്തിൽ കൂടിയ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനി 21 ദിവസം കഴിഞ്ഞാണ് സാധനം കൊടുത്തത്. അതിനു മുമ്പ് 450 രൂപയ്ക്ക് കൊടുക്കാമെന്ന കമ്പനി അത് അപ്പോൾ തന്നെ കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടെയാണ് പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തെ വിറ്റ് കാശുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിച്ചത്. ഒരു ദുരന്തത്തെ പോലും അഴിമതിക്കുള്ള ഉപാധിയാക്കി മാറ്റിയ ഗവൺമെന്റാണിത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അസംബ്ലിയിൽ എന്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. എന്റെ വിശദാംശങ്ങൾ അന്നേരം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നു. അതൊന്നും വെളിയിൽ ഇപ്പം പറയാൻ പാടില്ലാത്തതാണ് സ്പീക്കർ, നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച്. അങ്ങനൊരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓൺലൈനിൽ എൻ്റെ സാങ്കേതികമായ തകരാറുള്ളതുകൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. സാധാരണഗതിയിൽ AICC ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ വേണ്ടത് പാർട്ടി ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളതാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതും പാർട്ടി ഐക്യത്തോടെ പോകണം എന്നുള്ളതാണ്. എന്റെ അഭിപ്രായവും അതുതന്നെയാണ്. പാർട്ടിയിൽ കൂടുതൽ ഐക്യം ഊട്ടി ഉറപ്പിച്ച് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അവരെ കണ്ടിരുന്നു. അവർ AICC ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ വരുമ്പോൾ അവരെന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരോട് ഞാൻ സംസാരിച്ചത് എന്താണെന്ന് മാധ്യമങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് സംഘടനാ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഇത്തരം വിഷയങ്ങളൊക്കെ പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ഹൈക്കമാൻഡ് എന്ത് ചെയ്യണം, പാർട്ടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ യുക്തമായ നടപടികൾ പാർട്ടി നേതൃത്വം എടുക്കും. എന്ത് വേണം എന്നുള്ളത് പാർട്ടി എല്ലാവരോടും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അത്രയേ ഉള്ളൂ. അല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം, നേതൃമാറ്റം വേണമെന്നുള്ളതല്ല, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. ഏത് യുക്തമായ നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കുക, ഹൈക്കമാൻഡ് ഏത് നടപടി എടുത്താലും പാർട്ടി പ്രവർത്തകരെ അംഗീകരിക്കും.